നാടിനെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 37 വർഷം. 1988 ജൂലൈ 8-നാണ് കൊല്ലം ജില്ലയിലെ പെരുമണിൽ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകൾ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർക്ക് ജീവൻ നഷ്ടമായി, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിന് ജനങ്ങൾ ഒരുപാട് കൂടി. ഇവിടെ ഈ മത്സ്യമേഖലയാണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വലക്കാരിൽ അന്ന് നല്ല മഴയുമായിരുന്നു. ഈ ആളുകളെല്ലാം അങ്ങ് പുറത്ത് ഈ വള്ളത്തെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് ആളുകളെ രക്ഷിക്കുകയും പിന്നെ പലരെയും പിന്നെ കുറച്ച് സമയം ഞാൻ വന്നപ്പോഴേ പിന്നെ ബോഡികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും മരിച്ച് അങ്ങനെ ആംബുലൻസ് അവിടുന്ന് അക്കരയ്ക്ക് ഞങ്ങൾക്ക് ഇക്കരോട്ട് വരാൻ വള്ളം ഒക്കെ ഉണ്ട്. ആ വള്ളത്തേലാണ് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്ന് ജീവൻ പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം വെള്ളത്തിൻ്റെ പോയി, കുറേ ഭാഗം അടിയിലും, കുറേ ഭാഗം അക്കരെ, കുറേ ഭാഗം ഇക്കരെ കുത്തിക്കിടന്നെയാണ്. ആൾക്കാരെല്ലാം ഇവിടുന്ന് നമ്മൾ വള്ളത്തെ കൂടെ കയറ്റി വിട്ടെങ്കിലും വണ്ടി വാഹനത്തിനകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ലേ. പല ആൾക്കാരും കാലും കൈയും ഒടിഞ്ഞ് മരിച്ച് കുറേ പേരെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. അത് പോലീസുകാരും നാട്ടുകാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആൾക്കാരും സഹായത്തിനുണ്ടായിരുന്നു. ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിനു സമീപം പെരുമണ്ണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണ്ണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമണ്ണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ഈ ദിനം ഇവിടേക്ക് ചിലരെത്തും. വർഷങ്ങൾക്കിപ്പുറവും ഈ ഇടം നോവായി തന്നെ ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ട്. ജനം, കൊല്ലം.